ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിൻസീസ് വ്ലോഗിലേക്ക് സ്വാഗതം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കുക്കിംഗ് എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. 1.5 കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീര് ചേർത്ത് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തിരുമ്മി മൂടി വെക്കാം. പോർക്ക് കുക്ക് ചെയ്യാനുള്ള മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, സ്റ്റൗ ഓണാക്കി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ചൂടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ തിരുമ്മി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ആക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സർവ്വസുഗന്ധിയുടെ 2 ഇല ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കുക. ഞങ്ങളുടെ ഫാം ഫ്രഷ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന പോർക്കിലേക്ക് ഇട്ട് കൊടുക്കാം.
പോർക്ക് 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ 2 വലിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. അതിലേക്ക് സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ടാണ്, കുറച്ചും കൂടി സ്പൈസി ആവാൻ വേണ്ടിയാണ് വീണ്ടും ഇടുന്നത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പോർക്ക് കറി ഇവിടെ റെഡി ആവുകയാണ്. ചാറ് കുറുകി തിക്ക് ഗ്രേവി ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ നല്ല തിക്കായിട്ടുള്ള പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നല്ല കപ്പയുടെ കൂടെ ആയിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പൊ കപ്പയും അതൊക്കെ കൂട്ടി എങ്ങനെ കഴിക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്പീസാണ്. നെയ്യൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെയ്യ് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാ. നമുക്ക് ആ ഇറച്ചി പീസും കൂടി കഴിക്കണ്ട. എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ. ഇറച്ചി പീസും കപ്പയും കൂടി ആയിട്ട് നമുക്ക് കഴിക്കാം. അസാധ ടേസ്റ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.